നമ്മൾ പൈത്തൺ കോഴ്സിൽ ബൈനറി സെർച്ച് കണ്ടായിരുന്നു. നമുക്ക് ഈ ലെക്ചറിൽ ബൈനറി സെർച്ചിന്റെ ഒരു റീക്യാപ്പ് കാണാം. ബൈനറി സെർച്ചിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഗിവൺ എ സോർട്ടഡ് അറേ ഓഫ് ഇന്റീജേഴ്സ്, സെർച്ച് ആൻ എലമെന്റ് എക്സ് ഇൻ അറേ ആൻഡ് റിട്ടേൺ ഇൻഡെക്സ് ഓഫ് എക്സ് ഇഫ് പ്രസന്റ്, അതർവൈസ് റിട്ടേൺ -1. നമുക്കൊരു സോർട്ടഡ് അറേ തന്നിട്ടുണ്ടായിരിക്കും. ഒരു എലമെന്റ് എക്സിനെ ഈ സോർട്ടഡ് അറേയിൽ ഫൈൻഡ് ചെയ്യാനായിരിക്കും നമ്മൾ ബൈനറി സെർച്ച് യൂസ് ചെയ്യുക. ആ എലമെന്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. ഇൻപുട്ട് 10, 20, 30, 40, 50, x ഈക്വൽ ടു 40. ഔട്ട്പുട്ട് 3. എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ ഈ സോർട്ടഡ് ആയിട്ടുള്ള അറേയിൽ സെർച്ച് ചെയ്തു ബൈനറി സെർച്ച് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ എലമെന്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. എക്സ് ഇവിടെ 40 ആയിരുന്നു. 40 തേർഡ് ഇൻഡെക്സിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ടിൽ 3 റിട്ടേൺ ചെയ്തു. നമുക്ക് ബൈനറി സെർച്ചിന്റെ കോഡ് നോക്കാം. ഡെഫ് ബൈനറി സെർച്ച് അറേ എൽ ആർ എക്സ്. ഇവിടെ നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേ ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഈ അറേയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എല്ലിന്റെ വാല്യൂ ഇനിഷ്യലി 0 ആയിരിക്കും. ആറിന്റെ വാല്യൂ ലെങ്ത് ഓഫ് അറേ -1 ആയിരിക്കും. വൈൽ എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, മിഡ് ഈക്വൽ ടു എൽ പ്ലസ് ആർ ബൈ 2. നമ്മൾ മിഡിൽ ഇൻഡെക്സ് ഇവിടെ ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇഫ് അറേ ഓഫ് മിഡ് ഈക്വൽ ടു എക്സ്, മിഡ് പോയിന്റ് ചെയ്യുന്ന ആ എലമെന്റ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമ്മൾ മിഡിനെ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് മിഡ്, എക്സ് മിഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എല്ലിന്റെ വാല്യൂ മിഡ് +1 ആക്കും. അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ മിഡ് -1 ആക്കും. എലമെന്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റിട്ടേൺ -1 ചെയ്യും. ഇവിടെ ഈ വൈൽ ലൂപ്പ് ഒരു എലമെന്റ് എങ്കിലും അറേയിൽ ഉള്ളിടത്തോളം കാലം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് log n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. നമ്മൾ ബൈനറി സെർച്ചിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? L തൊട്ട് R വരെയുള്ള ഒരു റീജിയനിൽ അല്ലെങ്കിൽ സബ് സ്പേസിൽ നമ്മൾ ഒരു എലമെന്റിനെ സെർച്ച് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അതെങ്ങനെയായിരുന്നു സെർച്ച് ചെയ്തിരുന്നത്? L തൊട്ട് R വരെയുള്ള ആ റീജിയന്റെ മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് മിഡിൽ എലമെന്റ് ഈക്വൽ ടു എക്സ് ആണോ എന്ന് നോക്കും. ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമ്മൾ ആ മിഡിൽ എലമെന്റിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ട എലമെന്റ് ലെസ് ദാൻ ആ മിഡിൽ എലമെന്റ് ആണെന്ന് വിചാരിച്ചോ. അന്നേരം നമ്മൾ L തൊട്ട് മിഡ് -1 വരെ ആയിരിക്കും സെർച്ച് ചെയ്യുക. നമുക്ക് നോക്കേണ്ട എലമെന്റ് ഗ്രേറ്റർ ദാൻ മിഡിൽ എലമെന്റ് ആണെങ്കിൽ മിഡ് +1 തൊട്ട് 6 വരെ ആയിരിക്കും സെർച്ച് ചെയ്യുക. വേറെ ലാംഗ്വേജസിൽ മിഡ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് എൽ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കാണാം. ഇത് ഇന്റീജർ ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് വേറെ ലാംഗ്വേജസിൽ ഇങ്ങനെ എഴുതുന്നത്. എന്താണ് ഇന്റീജർ ഓവർഫ്ലോ എന്ന് നോക്കാം. നമ്മൾ യൂഷ്വലി വേറെ ലാംഗ്വേജസിൽ ഈ മിഡ് എലമെന്റിന് എത്ര ബൈറ്റ്സ് ഓഫ് സ്റ്റോറേജ് എടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ് മിഡ് എന്ന് നമ്മൾ ഇനിഷ്യലി പറയും. ഇൻഡ് മിഡ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ഓഫ് സ്റ്റോറേജ് ഈ മിഡ് എലമെന്റിന് കൊടുക്കാനാണ് മീൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ -231 തൊട്ട് 231 -1 വരെയുള്ള വാല്യൂസ് ഈ മിഡിന് വരാന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഈ അറേയുടെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 230 ആണെങ്കിൽ എല്ലും ആറും കൂടെ കൂട്ടുമ്പോൾ 231 -1 വലിയൊരു വാല്യൂ നമുക്ക് കിട്ടും. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇന്റീജർ ഓവർഫ്ലോ എന്ന് പറയുന്നത്. കാരണം 4 ബൈറ്റ്സ് ഓഫ് സ്റ്റോറേജ് ആയിരുന്നു നമ്മൾ ഈ മിഡ് എന്ന് പറഞ്ഞ എലമെന്റിന് കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ -231 തൊട്ട് 231 -1 വരെയുള്ള വാല്യൂസേ മിഡ് എന്ന് പറഞ്ഞ ഈ എലമെന്റിന് എടുക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറേയുടെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 230 ആയപ്പം എല്ലും ആറും കൂടെ കൂട്ടിയപ്പം 231 -1 കൂടുതൽ വാല്യൂ വന്നു. അന്നേരം ഇന്റീജർ ഓവർഫ്ലോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനായി. ഇന്റീജറിന് -231 തൊട്ട് 231 -1 വരെയുള്ള വാല്യൂസേ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാളും വലിയൊരു വാല്യൂ നമുക്ക് കിട്ടി. ആ കണ്ടീഷന് നമ്മൾ ഇന്റീജർ ഓവർഫ്ലോ എന്ന് പറയും. ആ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുക
നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഈ മിഡ് എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ ബാക്കി ലാംഗ്വേജസിൽ കിട്ടുക. അത് കാരണം നമുക്ക് ഈ പ്രോഗ്രാം എററായി മാറും. ഈ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കി ലാംഗ്വേജസിൽ മിഡ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് എൽ ബൈ 2 എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ചാനലിലോട്ട് വരുന്ന പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.